ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു അത്ഭുത ജലലോകത്തിലേക്ക് ഒരു യാത്ര പോയാലോ? മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു യാത്രയാണ് അക്യൂര KLCCയിലേക്കുള്ള യാത്ര. അതായത് മനുഷ്യനും സമുദ്രവും തമ്മിലുള്ള ബന്ധം ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന കടൽ ജീവശാല എന്ന് വേണ്ടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് അക്യൂറിയ KLCC. നമ്മൾ ഇന്നൊരു അക്യൂറിയം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ പെട്രോണിയസ് ടിൻ ടവേഴ്സിനടുത്തുള്ള KLCC കൺവെൻഷൻ സെന്ററിലാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ അതുല്യമായ നീലപ്രപഞ്ചത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അക്വേറിയ KLCCയിലേക്കുള്ള പ്രവേശന കവാടം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് നമുക്ക് നൽകുന്നത്. കാറ്റിന്റെ ശബ്ദം പോലും കേൾക്കാതെ വെള്ളത്തിനടിയിലുള്ള ഒരു ലോകം നമുക്ക് ഈ അക്വേറിയം കാണിച്ചു തരുന്നു. ഇവിടെ ഏകദേശം 5000-ലധികം സമുദ്രജീവികളും ഫ്രഷ് വാട്ടർ സ്പീഷീസുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വീഡിയോയ്ക്ക് അതിശയകരമായിട്ടുള്ള വിഷ്വൽ ലഭിക്കാവുന്ന എവല്യൂഷൻ സോണാണ് കേട്ടോ ഏറ്റവും ആദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന ജീവജാലങ്ങൾ, അവയുടെ രൂപരീതി, നീക്കങ്ങൾ ഓൾ ഇൻ വൺ പ്ലേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ക്രോക്കോഡൈൽസ്, ജെയിൻ വാട്ടർ റാറ്റ്, യുണീക് റെപ്റ്റൈൽസ് എല്ലാത്തിനെയും നമുക്ക് അടുത്ത് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് സ്ട്രീം സോണാണ്. ലോകത്ത്, അതായത് ശുദ്ധജല ലോകത്ത് താമസിക്കുന്ന ഫ്രഷ് വാട്ടേഴ്സിൽ താമസിക്കുന്ന ജീവജാലങ്ങളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫ്രഷ് വാട്ടർ ഫിഷസും ടർട്ടിൽസും ഫ്രോഗ്സും ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രകൃതിയുടെ സമത്വം എത്ര അതുല്യമാണെന്ന് കാണിക്കുന്ന ഒരു സൗന്ദര്യ ലോകമാണ് ദ സ്ട്രീം സോൺ എന്ന് പറയുന്ന വിഭാഗം. പക്ഷേ ഈ അക്വേറിയ KLCCയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിവിൻ ഓഷ്യൻ ടണലാണ് കേട്ടോ. 90 മീറ്ററോളം നീളമുള്ള ഒരു അണ്ടർ വാട്ടർ വാക്വേ ആണ് ഇതിനു വേണ്ടി വഴിയൊരുക്കുന്നത്. നമ്മെ പൂർണ്ണമായി കടലിനടിയിലൂടെ നടത്തുന്ന രീതിയിലാണ് ഈ വാക്വേ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ശാന്തതയും അതോടൊപ്പം തന്നെ ഹൃദയത്തിന് ഒരു അത്ഭുതവുമാണ് എനിക്ക് ഈ കാഴ്ച നൽകിയത്. നമ്മളുടെ തലക്ക് മുകളിലൂടെ ഷാർക്കുകളും അതോടൊപ്പം തന്നെ വലിയ തിരണ്ടികളൊക്കെ ഇങ്ങനെ നീന്തി പോകുന്ന കാഴ്ചയില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. പലതരത്തിൽ എണ്ണമറ്റ മീനുകളെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിവിങ് ഓഷ്യൻ ടണൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നി. ഇത് ഞാൻ നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ലിവിങ് ഓഷ്യൻ ടണലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മലേഷ്യയിലെ ഈ അക്വേറിയത്തിലെ കാഴ്ച എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാഴ്ചയാണ്. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും, അവിടെ പോകുന്ന എല്ലാവർക്കും ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ലിവിങ് ഓഷ്യൻ ടണൽ തന്നെയായിരിക്കും കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് വിയേർഡ് ആൻഡ് വണ്ടർഫുൾ എന്ന വിഭാഗത്തിൽ എത്തുമ്പോൾ സമുദ്രലോകത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള അപൂർവ ജീവജാലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിറമേറിയിട്ടുള്ള ജെല്ലി ഫിഷുകൾ, അതുപോലെ ട്രാൻസ്പെറന്റ് ബോഡി സ്പീഷ്യസ് എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു സ്ലോ മോഷൻ ഷോട്ട് പോലെയാണ്. അതൊക്കെ പതിയെ ഇങ്ങനെ നീന്തി പോകുന്ന കാഴ്ച അതീവ സുന്ദരമായിരുന്നു കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണാത്ത പല ജെല്ലി ഫിഷസിനെയും എനിക്ക് അവിടെ പോയിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ലിവിങ് ഓഷ്യൻ ടണൽ, ആ ടണലിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞതേ ഉള്ളത് കണ്ടില്ലേ. എനിക്ക് മുകളിൽ നിൽക്കുന്നത് ടണലാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഭാഗമായിരിക്കും. നിങ്ങളും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഭാഗമായിരിക്കും ഈ ലിവിങ് ഓഷ്യൻ ടണൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതായത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡീപ് ഫോറസ്റ്റ് ഭാഗത്തിൽ റെയിൻ ഫോറസ്റ്റ് വൈബ് നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇലക്ട്രിക് ഈൽസും അതുപോലെ തന്നെ വളരെ വലിയ പലതരത്തിലുള്ള വാട്ടർ ഫിഷൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ വൻപന്മാർ നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് അടുത്ത കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്വേറിയ KLCCയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് ഒരു ഫീഡിങ് സെഷൻ ആണ്. പക്ഷെ അവിടേക്കൊക്കെ പോയി അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇനി നമ്മൾ ഈ മലേഷ്യൻ ട്രിപ്പിലെ ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ കാത്തിരുന്ന പെട്രോണസ് ടിൻ
ടവറിന്റെ മുമ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി രാത്രിയായി. ഒരു ലോങ് ജേണി ആയിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ലോങ് യാത്ര എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാനോ അധികം വീഡിയോ എടുക്കാനോ പിന്നെ ശ്രമിച്ചില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നുമെങ്കിലും നമ്മുടെ ശരീരവും അതുപോലെ തന്നെ ആരോഗ്യപരമായിരിക്കണമെന്നില്ലല്ലോ. കാരണം പ്രായം ചെല്ലും തോറും നമ്മുടെ ശരീരം പതിയെ പതിയെ പണിമുടക്കി തുടങ്ങും. അങ്ങനെ വളരെ ടയേർഡായിട്ടാണ് ഈ പെട്രോണസ് ടിൻ ടവേഴ്സ് കാണാൻ വേണ്ടി പോയത്. പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഈ ടിൻ ടവേഴ്സിൽ വന്നു, ഞങ്ങൾ എല്ലാവരും അവിടെ വെച്ച് കുറെ ഫോട്ടോസ് എടുത്ത് പറ്റാവുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിട്ട് വീണ്ടും ഞങ്ങൾ ഒന്ന് നന്നായിട്ട് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം ഫ്രഷ് ആയിട്ട് വീണ്ടും വന്ന് അതിന്റെ താഴെ നിന്ന് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. ആ സമയത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അത് ഒരു പ്രൈവറ്റ് ടൈം ആയിരുന്നു. പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കാനും പരസ്പരം സംസാരിക്കുവാനും അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള ഒരു സമയം. രാവിലെ മുതൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്യണല്ലേ, അപ്പൊ വിചാരിച്ചു കുറച്ച് സമയം ഒരു പേഴ്സണൽ ടൈം വേണോന്ന് വിചാരിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് നന്നായിട്ട് ഹോട്ടലിൽ പോയി വന്നതിന് ശേഷം നന്നായിട്ട് ഈ പെട്രോണസ് ടിൻ ടവേഴ്സ് കണ്ട് ആസ്വദിച്ചു. അവിടെ നിന്ന് കുറെ ചിന്തിച്ചു, കുറെ സ്വപ്നങ്ങൾ കണ്ടു. അങ്ങനെ ഇന്നത്തെ യാത്ര അടിപൊളിയാക്കി മാറ്റി കേട്ടോ. അപ്പൊ അധികം ദീർഘിപ്പിക്കാതെ ഞാൻ ഇന്നത്തെ വീഡിയോ ചുരുക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ടാറ്റ, ബൈ ബൈ.